ഓക്കെ, ഗുഡ് ഈവനിങ്. ശരിക്കും പലരും പറയുന്നൊരു കാര്യമാണ്, ജീവിതത്തിൽ സന്തോഷമില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല, പല കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ചില ആളുകൾ പറയുന്നൊരു കാര്യം, ഇതിൽ ഈ വിഭാഗം ആളുകളിൽ കുറച്ചുപേർ പറയുന്നത്, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. മുസ്ലിംസ് ആണെങ്കിൽ പറയും എല്ലാ നമസ്കാരത്തിലും പ്രാർത്ഥിക്കാറുണ്ട്. ഹിന്ദുസ് ആണെങ്കിൽ പറയും അമ്പലത്തിൽ എല്ലാ ദിവസവും ഞാൻ പോകാറുണ്ട് എന്റെ ഈ രോഗം മാറാൻ പ്രാർത്ഥിക്കാനായിട്ട്. ഇപ്പൊ എല്ലായ്പ്പോഴും ഞാൻ അച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കും. കുർബാനയിൽ ഞാൻ നേർച്ചകൾ അർപ്പിക്കും. അതുപോലെ പ്രാർത്ഥനയിൽ ഒരുപാട് ഞാൻ ആഡ് ചെയ്യാറുണ്ട്. ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ടല്ലേ പ്രാർത്ഥന സ്വീകരിക്കാത്തത്? നിങ്ങളുടെ പ്രാർത്ഥനയിൽ തെറ്റുള്ളത് കൊണ്ടല്ലേ? നിങ്ങൾ അംഗീകരിക്കൂ. ഇവിടെ ഉള്ളവരൊന്ന് വീഡിയോയിൽ വന്ന ഒരു രസം ഉണ്ടാക്കും സംസാരിക്കുകയാണെങ്കിൽ ഞാൻ എന്നെ തന്നെ നമുക്ക് സംസാരിക്കുന്ന ഫീൽ ഉണ്ടാകും. ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് കളി കാണുന്നവരൊക്കെ വീഡിയോയിൽ വന്നേ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ തല്ലാനൊക്കെ തോന്നുന്നുണ്ടാവില്ലേ? ശരിക്കും നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ ദുരന്തത്തിനും, ഓരോ സങ്കടങ്ങൾക്കും, ഓരോ പ്രശ്നങ്ങൾക്കും കാരണം നിങ്ങൾ തന്നെയാണ്. അതെങ്ങനെയെന്നല്ലേ? അപ്പോ നിങ്ങളുടെ പ്രാർത്ഥന തെറ്റാണെന്ന് പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന രീതി തെറ്റാണെന്ന് പറഞ്ഞത്? നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞത്? അംഗീകരിക്കുന്നില്ലായിരിക്കും അല്ലേ? അംഗീകരിക്കാൻ പറ്റുന്നില്ലായിരിക്കും, അങ്ങനെ വേണം പറയാൻ. പറ്റില്ല. അതെന്തുകൊണ്ട്? ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ പറയുന്നതാണ് സത്യം, ഞാൻ ചെയ്യുന്നത് മാത്രമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. നമ്മളുടെ തെറ്റുകൾ നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ? നമ്മളുടെ മനസ്സ് കാരണമാണ് നമ്മൾക്ക് രോഗങ്ങൾ വരുന്നത്. അതായത് നമ്മൾ കാരണമാണ് നമുക്ക് സമാധാനം കിട്ടാത്തത്. നമ്മൾ കാരണം. അല്ല, എന്റെ അമ്മായിയമ്മ എനിക്ക് സമാധാനക്കേടിന് കാരണം. അതെന്നുണ്ടെങ്കിൽ എന്റെ അച്ഛനാണ്, എന്റെ അമ്മയാണ്, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാണ്, നാത്തൂനാണ്. എനിക്കിങ്ങനെ സമാധാനക്കേട് ഉണ്ടാക്കുന്നത് ഇവരൊക്കെയാണ് എനിക്ക് സമാധാനം തരാത്തതിന് കാരണം നോക്കും. പക്ഷെ നമ്മൾ തന്നെയാണ് നമ്മളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നതിന് കാരണം. അപ്പൊ നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതെങ്ങനെ? നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറ് എന്റെ രോഗം മാറ്റിത്തരണേ, എന്റെ കഷ്ടപ്പാട് മാറ്റിത്തരണേ, എന്റെ ദുരിതങ്ങളിൽ നിന്ന് കാത്തോണേ, ആപത്തിൽ നിന്ന് രക്ഷിക്കണേ, പട്ടിണി മാറ്റിത്തരണേ. ഇങ്ങനെയൊക്കെയാണ് പലരും പ്രാർത്ഥിക്കാറ്. ഈ പ്രാർത്ഥനയാണ് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞത്. ചിലർക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടും കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കാതെ അല്ല, ഒരുപാട് സ്ട്രഗിൾ ചെയ്യാതെ സിമ്പിൾ ആയിട്ട് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ മനസ്സ് കാമാക്കിയിരുന്ന് നമ്മൾ പ്രാർത്ഥന ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ട്രഗിളിൽ, ഒരുപാട് കഷ്ടപ്പെടാതെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എന്റെ അസുഖം മാറ്റിത്തരണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാൻ പറയണം. എനിക്ക് ആരോഗ്യം തരണേ, എന്നെ പൂർണ്ണ ആരോഗ്യത്തിലാക്കണേ, എന്റെ പട്ടിണി മാറ്റണേ, എന്റെ ദാരിദ്ര്യം മാറ്റണേ എന്ന് പറയുന്നതിന് പകരം എന്നെ സമ്പന്നനാക്കണമേ എന്ന് പറയണം. നമ്മൾ പറയുന്ന ഓരോ വേർഡുകളും റിപ്പീറ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് അത് സേവ് ആകും. അതായത് എന്റെ പട്ടിണി മാറ്റണേ,
ഇവിടെ ഞാൻ ഏത് വേടാ സ്ട്രെസ് ചെയ്തിരുന്നു? പട്ടിണി മാറ്റണേ ദൈവമേ, പട്ടിണി മാറ്റണേ, പട്ടിണി. ആ വേർഡിനല്ലേ സ്ട്രെസ് അവിടെ കൂടുതൽ വന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ നമ്മൾ പട്ടിണിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അപ്പൊ നമുക്ക് പട്ടിണി കിട്ടും. നമ്മൾ കടത്തിലാണോ? ദൈവമേ എന്റെ കടം മാറ്റണേ, എന്റെ കടം മാറ്റണേ, എന്റെ കടം മാറ്റണേ. കടത്തിനാണ് നമ്മളിവിടെ പ്രഷർ കൊടുക്കുന്നത്. കടം വീണ്ടും തിന്നുകൊണ്ടിരിക്കും. നമ്മൾ ഏതൊക്കെ ബുദ്ധിമുട്ടിലാണോ ഉള്ളത്, എത്രയൊക്കെ സ്ട്രഗിളിലാണോ ഉള്ളത്, നമ്മൾ സ്ട്രഗിളിലേക്കല്ല ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾക്ക് എന്താണോ വേണ്ടത്, നമുക്കൊരു ലക്ഷ്യം വേണം, ഒരു എയിം, ഒരു പർപ്പസ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും, ഒരു ലൈഫ് പർപ്പസ്. നമ്മൾക്ക് എന്താണോ ആവശ്യമുള്ളത് നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. നമ്മൾക്ക് എന്താണോ വേണ്ടത് നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. യാത്ര അതിലേക്കാകണം, നല്ലതിലേക്ക്. നല്ല വേർഡുകൾ മാത്രം യൂസ് ചെയ്യുക നമ്മുടെ പ്രാർത്ഥനകളിൽ, പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് മാത്രം. ഒരു കുട്ടി അത് 10 വയസ്സ് കഴിഞ്ഞിട്ടും കിടക്കയില് മുള്ളും, പൾപ്പറ്റി ക്യാരക്ടർ. അപ്പം ഇതിന്റെ അമ്മ എല്ലാ ദിവസവും കിടക്കാൻ നേരം പറയും, മോളെ കിടക്കയില് മുള്ളല്ലോ. എന്നിട്ട് കൊറേ പറയും, മുള്ളല്ലേ മോനെ, കിടക്കയിലൊന്നും മുള്ളല്ലേ, മൂത്രം ഒഴിക്കല്ലേ കിടക്കയില്, ബെഡിലൊന്നും മൂത്രം ഒഴിച്ച് വെക്കല്ലേ, കഴുകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെ ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന് പറയും. പക്ഷെ എത്ര ദിവസം ഇതിങ്ങനെ പറഞ്ഞാലും ആ കുട്ടി ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അമ്മയ്ക്ക് ദേഷ്യം വരും, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇത്രയും വയസ്സായില്ലേ, നീ എന്ത് ബോധം ഇല്ലാതെ കിടന്നുറങ്ങുന്നത്. അപ്പൊ ആരുടെ തെറ്റാണ്? അമ്മ ഡെയിലി ഇങ്ങനെ സജഷൻസ് കൊടുത്തോണ്ടിരിക്കുന്നു, മോളെ മുള്ളല്ലേ, മൂത്രം മൂത്രം മൂത്രം, മോളെ ബെഡില് മൂത്രം. ഡെയിലി അമ്മ ഇങ്ങനെ സജഷൻസ് കൊടുത്തോണ്ടേയിരിക്കുകയാണ്. അമ്മയുടെ സജഷൻ സബ് കോൺഷ്യസിൽ സേവ് ആയി. ബെഡ് മൂത്രം ഒഴിച്ചുകൊണ്ടേയിരിക്കും. സബ് കോൺഷ്യസ് ഓണാണെങ്കിൽ ഡെയിലി മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മളുടെ പ്രാർത്ഥനകൾ നമ്മളുടെ സജഷൻസ് ആയിട്ട് പലപ്പോഴും മാറും. നമ്മുടെ സബ് കോൺഷ്യസ് ഓപ്പൺ ആകും. അപ്പൊ ഈ സാധനം ഡെയിലി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇത് സാധിച്ചാൽ കൊടുത്തേക്കാന്ന് പറയും. കടം മാറ്റണേ, കടം മാറ്റണേ. സബ് കോൺഷ്യസ് വിചാരിക്കും എന്നും ഇത് കടം മാറ്റ, കടത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇത് ഒരുപാട് ആഗ്രഹിക്കുന്നത്, അപ്പൊ കടം കുറച്ചാൽ കൊടുത്തേക്കാം. നമ്മുടെ സബ് കോൺഷ്യസ് വിചാരിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ശരിക്കും ഞാന് ഒരു ബുക്ക് വായിച്ച കൂട്ടത്തിൽ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമാണ്. അതായത് അമേരിക്കൻ മനഃശാസ്ത്രജ്ഞ പിതാവായ വില്യം ജെയിംസ് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഞാൻ നോട്ട് ചെയ്ത കാര്യം വായിച്ചു കേൾപ്പിക്കാം. ബോധമനസ്സിന് നടത്താൻ സാധിക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ച് കണ്ടെത്തലാണ് എന്നാണ്. അതായത് നമ്മുടെ ഈ നൂറ്റാണ്ടില് പ്രകൃതി ശാസ്ത്രത്തിന്റെ മേഖലകളിൽ ഉണ്ടായിട്ടുള്ളതല്ലത്. ഈ ലോകത്തിലെ ഏത് പ്രശ്നത്തിനെയും മറികടക്കാനുള്ള അളവറ്റ ഊർജം നമ്മുടെ ഓരോ മനുഷ്യന്റെ ശരീരത്തിനുള്ളിലുണ്ട്. ഓരോ മനുഷ്യന്റെ മനസ്സിനുള്ളിലുണ്ട്. എന്ത് പ്രോബ്ലം വന്നാലും, ഏത് പ്രശ്നം വന്നാലും അതിനെ മറികടക്കാനുള്ള ഊർജം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. എവിടെ എന്താണ് പ്രശ്നം? നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നമ്മളെ മനസ്സിലാക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മളുടെ ആ ഊർജം മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളെ മനസ്സിലാക്കാതെ നമ്മൾ ചുറ്റിങ്ങനെ തേടിക്കൊണ്ടേയിരിക്കും സൊല്യൂഷൻസ്. ചേട്ടാ അതിനുള്ള സൊല്യൂഷൻ ഉണ്ടോ? ചേച്ചി അതിനുള്ള സൊല്യൂഷൻ ഉണ്ടോ? അമ്മ അതിനുള്ള സൊല്യൂഷൻ ഉണ്ടോ? ഇങ്ങനെ നമ്മൾ പരക്കം പാഞ്ഞുകൊണ്ടേയിരിക്കും സൊല്യൂഷന് വേണ്ടി. പക്ഷെ പുറത്തുനിന്ന് കിട്ടാത്തതിനേക്കാൾ 100 ഇരട്ടി സൊല്യൂഷൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. നിങ്ങൾ എന്ന് മനസ്സിലാക്കും? ഇനി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ളത് ഓരോരുത്തരുടെയും മനസ്സിലാണ്. മനസ്സിന്റെ ഊർജത്തെക്കാൾ താഴെയാണ് ബാക്കി എല്ലാ ഊർജങ്ങളും. ആ ഊർജം ഉപയോഗിച്ച് നമുക്ക് എന്തും നേടിയെടുക്കാൻ കഴിയില്ലേ? നമ്മൾ ആഗ്രഹിച്ച എന്തും, ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയും. ചില ആളുകൾക്ക്
ഇത്രയും ബുദ്ധിമുട്ടുണ്ടിട്ട് എങ്ങനെ കാമായിട്ടിരിക്കാൻ തോന്നും, എങ്ങനെ സന്തോഷിക്കാൻ തോന്നും? എന്തുകൊണ്ടാണ്? ആ ഊർജം ഇങ്ങനെ വൈബ്രേറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ മനസ്സിന്റെ അളവറ്റ ഊർജം എന്ന് പറയുന്ന ഊർജം, ആ ഒരു മാനസിക ഊർജം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ ടെൻഷൻ അടിക്കാൻ തോന്നും? എങ്ങനെ ബുദ്ധിമുട്ടുകൾ ഓർക്കാൻ തോന്നും? എങ്ങനെ സങ്കടപ്പെട്ടിരിക്കാൻ തോന്നും? ഊർജം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ എപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ തേടുക. പിന്നെ പ്രാർത്ഥനയിൽ മാറ്റം വരുത്തുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കുക. നെഗറ്റീവ് വേർഡ്സ് പ്രാർത്ഥനകളിൽ ഉപയോഗിക്കാതിരിക്കുക. ശരിക്കും ചില സമയങ്ങളിൽ നമുക്ക് സന്തോഷം തോന്നാറുണ്ട്. അതായത് പ്രത്യേക സന്ദർഭങ്ങൾ എന്ന് വെച്ചാൽ, നല്ലൊരു പെൺകുട്ടിയായിട്ട് കല്യാണം ഉറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിയായ സന്തോഷം വരും. അതല്ല തിരിച്ചാണെങ്കിലും നല്ല നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു പയ്യനെയൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിയായ സന്തോഷമൊക്കെ വരും. ആ ഒരു സന്തോഷം എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ദിവസങ്ങൾ നമുക്ക് കിട്ടും, കുറച്ച് ദിവസം നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷേ ഈ സന്തോഷം കുറച്ച് ദിവസമേ കാണുള്ളൂ. കല്യാണം ഉറപ്പിച്ച് ആ ഒരു നിമിഷങ്ങൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് സന്തോഷമൊക്കെ അങ്ങ് പോകും. അതൊക്കെ താൽക്കാലിക സന്തോഷങ്ങളാണ്. നമുക്കൊരു എഡ്യൂക്കേഷൻ ലഭിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം, അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളി നമുക്ക് കിട്ടുന്ന സമയത്ത് ആ വിവാഹം നിശ്ചയിച്ചു എന്ന് പറയുന്ന നിമിഷം നമുക്ക് വല്ലാത്ത സന്തോഷമായിരിക്കും. നിശ്ചയത്തിൽ നിന്ന് എൻഗേജ്മെന്റിൽ നിന്ന് വല്ലാത്തൊരു ഹാപ്പിനെസ് ആയിരിക്കും. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ഹാപ്പിനെസ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾക്കൊരു കുട്ടി ജനിക്കുന്ന സമയത്തുണ്ടാവുന്ന ഹാപ്പിനെസ്, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് ഹാപ്പിനെസ്സുകൾ നമ്മൾ കടന്നു പോയിട്ടുണ്ടാകും. നമുക്കിതിന്റെ ഒരു പട്ടിക തന്നെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് എഴുതിയാൽ തീരില്ല. അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ 1, 2, 3, 4, 5 എന്ന് എഴുതുമ്പോൾ ഒരു 200 പേജിന്റെ ഒരു ബുക്ക് എടുത്ത് നമ്മൾ എഴുതാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ബുക്ക് തീർന്നാലും നമ്മൾക്ക് കിട്ടിയതിന്റെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കിട്ടിയ കാര്യങ്ങൾ എപ്പോഴും ഓർക്കുക. നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പെട്ടെന്ന് അങ്ങ് മറന്നു പോകാൻ പാടില്ല. എനിക്ക് കഷ്ടപ്പാടാണ്, എനിക്ക് ദുരിതമാണ്, എനിക്ക് സമാധാനമില്ല എന്നൊക്കെ ഓർക്കുന്ന നിമിഷങ്ങൾ നിങ്ങൾ ഇതൊന്ന് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് ഓരോ ദിവസവും കാണും, ഒന്നിലധികം എഴുതാനായി. നിങ്ങൾക്കൊരു 10 വയസ്സുണ്ടെങ്കിൽ ആ ഓർമ്മ വെച്ച നാള് മുതലുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് വരെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. ഇത് 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് പ്രാർത്ഥനയുടെ കാര്യം, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളത്. നമ്മളുടെ മനസ്സിനെ നമ്മൾ എപ്പോഴും നല്ല ബലപ്പെടുത്താനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ, നമ്മളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യില്ല എല്ലാവരും? ഇത് കേൾക്കുന്ന എല്ലാവരും നിങ്ങളൊന്ന് കണ്ണടച്ച് റിലാക്സ് ആയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നതെന്ന് നോക്കാം. കണ്ണടയ്ക്കുന്ന നിമിഷം സങ്കടമാണോ, സന്തോഷമാണോ, കിട്ടിയതാണോ, കിട്ടാത്തതാണോ, എന്താണ് വരുന്നത്? ഇപ്പൊ വേണ്ട, നമ്മളുടെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അതിനുശേഷം ഒരു 5 മിനിറ്റ്സ് നിങ്ങളൊന്ന് ഇരുന്ന് നോക്കുക. ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ അതിന് നെഗറ്റീവ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അതിന് പ്രതിവിധി കാണുക. പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങളുടെ ഹൃദയം അതിനെ ഏറ്റെടുക്കുക. എന്നിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ പോയി കിടന്നുറങ്ങുമ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണ സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ കഴിയും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. ബൈ.